നാനോ ടെക്നോളജി മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുമല്ലാതെ ഒരു 12 ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ചിച്ചിലിയ കാറ്റിഗുവ, കോഡിസെപ്സ്, സോ പോമറ്റോ, ഹോണി ഗോഡ് വീഡ് എക്സ്ട്രാക്ട്, ട്രൈബലസ് ടെറസ്ട്രീസ്, green apple stem cells, red peach, jabuticaba, stevia, bligia, passiflora, pumpkin seed extract. ഇങ്ങനെ 12 ഇൻഗ്രീഡിയൻസ്. അപ്പം ഇതിൽ ഒരു 3 സ്റ്റെം സെൽസ് ഉണ്ട്. ഗ്രീൻ ആപ്പിൾ, റെഡ് പീച്ച്, ജബുട്ടിക്കാബ. ജബുട്ടിക്കാബ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഗ്രേപ്സ്. ഓറിജിൻ ഇസ് ഫ്രം ബ്രേസിൽ. ട്രിച്ചിലിയ കാറ്റിഗുവ എന്ന് പറയുന്ന ആ ഹെർബും ഫ്രം ബ്രേസിൽ. ആമസോൺ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന ഒരു സാധനം, ബ്രസിൽ. അതിന്റെ മരത്തിന്റെ ബാർക്ക്, മരപ്പട്ട അല്ലെങ്കിൽ തൊലി, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സിന്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ ഉണ്ട്. ഹോണി ഗോഡ് വീഡ് എക്സ്ട്രാക്ട്, റെഡ് പീച്ച് ഈസ് ഓൾ ഫ്രം ചൈന. കോഡിസെപ്സ് അതൊരു സ്പെഷ്യൽ മഷ്റൂം, മലയാളത്തിൽ കീട ജാടി പറയുന്നത് ആ ഇൻഗ്രീഡിയന്റ് അത് ഇറ്റ്സ് അഗൈൻ ഫ്രം ചൈന. ട്രൈബലസ് ടെറസ്ട്രീസ്, സ്റ്റിവിയ ഇന്ത്യയിലുണ്ട്, ഏഷ്യൻ കൺട്രീസിലുണ്ട്, സം പാർട്സ് ഓഫ് ആഫ്രിക്കൻ ആൻഡ് യൂറോപ്യൻ കൺട്രിയിലും ഉണ്ട്. ട്രൈബലസ് ടെറസ്ട്രീസ് ആൻഡ് സ്റ്റിവിയ. ദെൻ ബ്ലിഗിയ ഒരു ഫ്രൂട്ട്, അത് വെസ്റ്റേൺ ആഫ്രിക്ക സോഴ്സ്. അക്കി എന്ന് പറയും ഒരു ഫ്രൂട്ട്. അത് ആക്ച്വലി അൺറൈപ്ഡ് ഫ്രൂട്ട്സ് ആർ poisonous. A ripe fruit is edible. Edible means that can be consumed. That can be നമുക്ക് കഴിക്കാം. അത് പഴുക്കാതെ പഴം എടുത്താൽ അത് പോയിസൺ. അതിന്റെ എക്സ്ട്രാക്ട്സ് ഉണ്ട്. പിന്നെ പാസിഫ്ലോറ, പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലവേഴ്സ്. അടുത്തത് ജബുട്ടിക്കാബ, ബ്ലാക്ക് ഗ്രേപ്പ്, നേരത്തെ പറഞ്ഞത്. പിന്നെ കോഡിസെപ്പ്, ഹോണി ഗോഡ് വീഡ് എക്സ്ട്രാക്ട്, എല്ലാം. ഗ്രീൻ ആപ്പിൾ ഇസ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ഇതിന്റെ ഫൈനൽ കോൺസ്റ്റിറ്റ്യൂയൻസ്, ഇതിന്റെ ഫൈനൽ ഇങ്ങനെ 12 ഹെർബ്സ് ഉണ്ട്. ഹെർബ്സിന്റെ റൂട്ട് ഉണ്ട്, സം ഫ്രൂട്ട് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ബാർക്സ് ഉണ്ട്. ഇങ്ങനെ മെഡിസിനലി വാല്യൂ കൂടുതലുള്ള ഏരിയ നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു വിഷയം. രണ്ടാമത്, ആ ഇൻഗ്രീഡിയന്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രിച്ചിലിയ കാറ്റിഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിച്ചിലിയ കാറ്റിഗോയിൽ ഉള്ള എല്ലാ മരുന്നും നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഒരു ടാർഗറ്റഡ് ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഉണ്ട്. അത് മെയിൻലി നമ്മൾ ഈ പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ആന്റി ഓക്സിഡന്റ്, ഫ്ലേവനോയിഡ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രിച്ചിലിയ കാറ്റിഗോ എന്ന് പറഞ്ഞാൽ അതിൽ കാറ്റുബൈൻ എന്ന് പറഞ്ഞ ആൽക്കലോയിഡ്, കോഡിസെപ്സ് എന്ന് പറയുമ്പം കോഡിസെപ്പിൻ ആൽക്കലോയിഡ്. അപ്പം നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഹെർബിൽ നിന്ന് മെയിൻ ഫോക്കസ് ഇസ് ടു എക്സ്ട്രാക്ട് ദ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്. അതാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. കൂടുതൽ ഇതിൽ എലിക്സർ മിക്സിന്റെ പ്രോഡക്റ്റിൽ കൂടുതൽ എന്താന്ന് വെച്ചാൽ ആൽക്കലോയിഡ്സ് ഉണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ടെർപ്പിനോയിഡ്സ് ഉണ്ട്. പിന്നെ വിറ്റമിൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇതുമുണ്ട്. നമുക്കറിയാം സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അമിനോ ആസിഡാണ്. കാരണം സം അമിനോ ആസിഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹ്യൂമൻ ബോഡി. ചില അമിനോ ആസിഡ് ഇറ്റ് ഹാസ് ടു ബി സപ്ലിമെന്റഡ്, പുറത്തു നിന്ന് എടുക്കണം നമുക്ക്. അങ്ങനെ അതാ സെമി എസെൻഷ്യൽ. അങ്ങനത്തെ എസെൻഷ്യൽ ആയിട്ടുള്ളതും സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സും അതിൽ കുറെ ടൈപ്സ് ഉണ്ട്. മോർ ദാൻ 30-40 ടൈപ്സ് അമിനോ ആസിഡ്സ് ഉണ്ട് ഇതിൽ. ഫിനൈൽ അലാനിൻ, എൽ-ആർജിനിൻ, അലാനിൻ, ട്രിപ്റ്റോഫാൻ, ഇങ്ങനത്തെ കുറെ അമിനോ ആസിഡ്സ്. അതാ മെയിൻ. ഇപ്പം മാർക്കറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കുമ്പോൾ വൈറ്റമിൻസും മിനറൽസും എല്ലാ ഇതിലും കാണും. പക്ഷെ എലിക്സർ മിക്സ് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ ഒരു പ്രോഡക്റ്റ് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എന്താ, അത് കഴിച്ച് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടാ. ഓക്കെ, ബേസ്ഡ് ഓൺ ദ റിസൾട്ട്, ബേസ്ഡ് ഓൺ ദ ഹെൽത്ത് ബെനിഫിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിനെ ഗ്രേഡ് ചെയ്യുന്നത്. സോ എലിക്സർ മിക്സ് ഒരു സുപ്പീരിയർ പ്രോഡക്റ്റ് ഇന്ന് ഇൻ ടുഡേസ് സിനാരിയോയിൽ നോക്കുമ്പം ഒരു ഓൾമോസ്റ്റ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്
അവൈലബിൾ ഇൻ ദി നെറ്റ്വർക്ക് ഇൻഡസ്ട്രി എന്ന് പറയാം. വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല ദി ബെസ്റ്റ് എന്ന് പറയാം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ഈ കണ്ടന്റാ, കെമിക്കൽ കണ്ടന്റ്സ്. അതാ മെയിൻ കാരണം. സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സും ടെർപ്പിനോയിഡ്സും ആൽക്കലോയിഡ്സ് ഫ്ലേവനോയിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ബോഡിയിൽ സെല്ലുലാർ റീജനറേഷൻ ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കും. ദാറ്റ്സ് ദ മെയിൻ അഡ്വാൻറ്റേജ്. മെയിൻ അഡ്വാൻറ്റേജ് അതാ, സെല്ലുലാർ റീജനറേഷൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മൾ എലിക്സർ മിക്സ് നാവിന്റെ അടി വെച്ചെടുക്കണം. 1 hour ആഫ്റ്റർ ഡിന്നർ ഒരു പോർഷൻ പൗഡർ നാവിന്റെ അടി വെക്കുമ്പോൾ ഇത് അബ്സോർപ്ഷൻ ആയിക്കോളും. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അബ്സോർപ്ഷൻ ആകും. വേണമെങ്കിൽ വെള്ളം കുടിക്കാം. പിറ്റേ ദിവസം കൂടുതൽ വെള്ളം കുടിക്കണം. നമുക്ക് എവറി 1 hour ഹൈഡ്രേഷൻ, പ്രോപ്പർ ഹൈഡ്രേഷൻ ആവശ്യമാണ്. അത് കാരണം എന്താന്ന് വെച്ചാൽ ഡീടോക്സിഫിക്കേഷൻ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷന്റെ പ്രോസസ്സ് സ്ലോ ആകും. വെള്ളം കുടിച്ചാൽ നമുക്ക് വെള്ളം മാത്രമല്ല, മാക്രോ എന്ന് പറയുമ്പം ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ, ഓക്കെ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ, ഫാറ്റി ആസിഡ്സ്, ഇതെല്ലാം നമ്മൾ കഴിക്കണം. മൈക്രോമോളിക്കൽ എലിക്സർ മിക്സിൽ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞ ഈ ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ടെർപ്പിനോയിഡ്സ്, ഇതെല്ലാം. അപ്പൊ പ്രോപ്പർ ഹൈഡ്രേഷൻ, വെള്ളവും കുടിക്കുമ്പോൾ നമുക്ക് സെല്ലുലാർ റീജനറേഷൻ പ്രോപ്പർ ആയിട്ട് സംഭവിക്കും. സോ 5 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ എലിക്സർ മിക്സ് കഴിച്ചാൽ നടക്കുന്ന വിഷയങ്ങൾ. 1, സെല്ലുലാർ റീജനറേഷൻ. നമ്പർ 2, ഡീടോക്സിഫിക്കേഷൻ, ടോക്സിൻസ് റിമൂവൽ. നമ്പർ 3, improves microvascular circulation at microvascular level. Okay, blood flow enhance ആവും. ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആയിട്ട് സംഭവിക്കും. അടുത്തത് ഹോർമോൺ ഇംബാലൻസ്, അതിനെ ബാലൻസ് ചെയ്യും. പിന്നെ ബ്ലഡ് pH ആൽക്കലിനിറ്റി മെയിൻറ്റെയിൻ ആകും. ഈ 5 ഫങ്ഷൻസ് ഈ ബോഡിയിൽ എലിക്സർ മിക്സ് കഴിച്ചാൽ ചെയ്യുന്നത്. അതിൽ മെയിൻ സെല്ലുലാർ റീജനറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു വലിയ ടോപ്പിക്കാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. വാട്ട് ഈസ് സെല്ലുലാർ റീജനറേഷൻ, എങ്ങനെ നമുക്ക് സെല്ലുലാർ റീജനറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ആക്ച്വലി എലിക്സർ മിക്സ് എടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു റീപ്രോഗ്രാം, ഒരു കമ്പ്യൂട്ടർ പ്രോബ്ലം ആയ പ്രോഗ്രാം ഒരു റീപ്രോഗ്രാം ചെയ്യുന്ന പോലെ. ഓക്കെ, എലിക്സർ മിക്സ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു റീപ്രോഗ്രാമിംഗ് ആക്ഷനാണ് നടക്കുന്നത്. അതെന്തുവാ റീപ്രോഗ്രാമിംഗ്? അത് നേച്ചുറൽ ഒരു പ്രോസസ്സാണ്. ബോഡിയിലുള്ള സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ഇതെല്ലാം എന്തോന്ന് വെച്ചാൽ ഓരോ ദിവസം ഡാമേജ് ആകും. മെറ്റബോളിക് ഫങ്ഷൻ നടക്കുന്നതുകൊണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡ്, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, ഇങ്ങനെ വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സെല്ലുലാർ ലെവലിൽ, നോട്ട് ഓൺലി സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽസിൽ എന്ത് സംഭവിക്കും? ഡാമേജ് സംഭവിക്കും ഡെയിലി. ആ ഡാമേജിനെ റീജനറേഷൻ ചെയ്യുന്നതാ റീപ്രോഗ്രാം ചെയ്യുന്നത്. സെല്ലുലാർ റീജനറേഷൻ എന്ന് പറയുമ്പോൾ അതാ റീജനറേറ്റീവ് മെഡിസിൻ ആയിട്ട് ഇത് എലിക്സർ മിക്സ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കും. അപ്പൊ സെല്ലുലാർ റീജനറേഷൻ ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ നഷ്ടപ്പെട്ട ഫങ്ഷൻസ്, നോർമൽ ഫങ്ഷൻസിലെ അതിനെ തിരിച്ചു കൊണ്ടുവരും. ഇറ്റ് വിൽ ബ്രിങ് ബാക്ക്, ഇറ്റ് വിൽ റെസ്റ്റോർ ദ നോർമൽ ഫങ്ഷൻ. 1. രണ്ടാമത്, സെല്ലുലാർ റീജനറേഷൻ നടക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ക്രോണിക് ഡിസീസ്, ഒത്തിരി ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി ഉള്ള അസുഖം മാറും, അതിന്റെ റെഡ്യൂസ് ആവും. പിന്നെ മൂന്നാമത്തത് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ സ്ലോസ് ദി ഏജിങ് പ്രോസസ്. നമ്മൾ ഈ വയസ്സാകുന്നില്ലേ, അതിനെ കുറച്ച് സ്ലോ ആക്കും. ആന്റി ഏജിങ് പ്രോപ്പർട്ടി. ഓക്കെ, എലിക്സർ മിക്സ് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് എലിക്സർ മിക്സ് വിൽ സ്ലോ ദ ഏജിങ് പ്രോസസ്. 3 ഫംഗ്ഷനാണ് ഇത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ്. സെൽസ് അതിന്റെ നോർമൽ ഫംഗ്ഷനെ റെസ്റ്റോർ ചെയ്യും, ക്രോണിക് ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, സ്ലോ ഏജിങ് പ്രോസസ്. ഈ 3 ബെനിഫിറ്റ്സ് നമുക്ക് എലിക്സർ മിക്സ് എടുക്കുമ്പം, അല്ലെങ്കിൽ സെല്ലുലാർ റീജനറേഷൻ നടന്നാൽ ഈ 3 ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അത് കുറച്ച് ഡെപ്ത് ആയിട്ട് നമുക്ക് നോക്കാം എന്താന്ന് വെച്ചാൽ. അപ്പം ഹീലിംഗ് പ്രോസസ്സ് ബോഡിയിൽ ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കും. കാരണം കോമൺ കോൾഡ് മുതൽ ക്യാൻസർ വരെ നമ്മുടെ ബോഡിക്ക് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, വിത്തൗട്ട് മെഡിക്കേഷൻ, വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ ഫിസിഷ്യൻ,
ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ഇല്ലാതെ നമ്മുടെ ബോഡിക്ക് സ്വയം ഹീൽ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. 50-60 വർഷത്തിന് മുന്നേ മനുഷ്യന്മാർക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കപ്പാസിറ്റി, ആ പവർ തീരെ കുറഞ്ഞുപോയി. വൈ? ദാറ്റ് ഈസ് ദി മെയിൻ റീസൺ. അതെന്താ മെയിൻ? ഇന്നത്തെ ഫാസ്റ്റ് പേസ്ഡ് ലൈഫ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ പൊല്യൂഷൻ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ. ഓക്കെ, എൻവിറോൺമെന്റൽ പറയുമ്പോൾ എയർ, വാട്ടർ, സോയിൽ എല്ലാം പൊല്യൂട്ടഡാ. എയർ, വാട്ടർ, സോയിൽ. ഓക്കെ, പിന്നെ റേഡിയേഷൻ, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ്, കഴിക്കുന്ന എല്ലാ ഫുഡും എന്തുവാ? ജനറ്റിക്കലി മോഡിഫൈഡ്. അടുത്തത് പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന. ഓക്കെ, അതിന്റെ ഹാംഫുൾ എഫക്ട് ബോഡിക്കകത്ത് പോകുന്ന കൊണ്ട് ആ ഹീലിംഗ് പ്രോസസ് നഷ്ടപ്പെട്ടു. അതാ ഇന്ന് മനുഷ്യന് ആരോഗ്യം കുറവ്. ഓക്കെ, ഹെൽത്തി ആയിട്ടില്ല, ഹെൽത്തിനെസ് കുറവാ. ഒന്ന്, ലൈഫ് സ്പാനും കുറഞ്ഞു പോവാ. ഓക്കെ, ലൈഫ് സ്പാനും കുറവാ. അപ്പം ബോഡിക്ക് ഹീലിംഗ് പ്രോസസ് ഉണ്ട്. അപ്പം സെല്ലുലാർ റീജനറേഷൻ നടക്കുമ്പം ആ ഹീലിംഗ്, ആ ഫങ്ഷൻ ആക്സിലറേറ്റ് ആകും ബോഡിയിൽ. അപ്പൊ എന്താ നടക്കുന്നത്? നാച്ചുറൽ സെൽ ഡിവിഷൻ, ഇൻക്രീസ് കൊളാജൻ പ്രൊഡക്ഷൻ, കൊളാജന്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആകും. ആ റീജനറേറ്റീവ് തെറപ്പി ബോഡിയിൽ സംഭവിക്കും. അതുകൊണ്ട് എന്താ? വൂണ്ട് ഹീലിംഗ്, അതൊക്കെ ഫാസ്റ്റ് ആയിട്ട് ബോഡിയിൽ സംഭവിക്കും. ഓക്കെ, അപ്പൊ ബോഡിയിൽ എന്തെങ്കിലും ഡാമേജ് ആയാൽ ആ ഡാമേജ് ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ആകും. അതാ സെല്ലുലാർ റീജനറേഷന്റെ ഫസ്റ്റ് ബെനിഫിറ്റ്. നമ്പർ 2, ഇൻഫ്ലമേഷൻ. അതുകൊണ്ടാ കൂടുതൽ എന്തുവാ? ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർ. അടുത്ത വിഷയം പെയിൻ. ഓക്കെ, ഇന്ന് ആൾക്കാർക്ക് വേദന, പെയിൻ കൂടുതലാകാൻ കാരണം എന്തുവാ? ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടാണ്. ബോഡിക്ക് പുറത്തും അകത്തും ഓക്കെ ഇൻഫ്ലമേഷനെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു ഡാമേജ്, അത് വരാൻ കാരണം എന്തുവാ? ഇൻഫ്ലമേഷൻ. അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഇൻഫ്ലമേഷൻ വരാൻ. ഓക്കെ, അപ്പൊ എലിക്സർ മിക്സ് എടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിലൊരു പ്രോ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് ഇൻഫ്ലമേഷൻ അഡ്രസ് ആകും ബോഡിയിൽ. ഓക്കെ, അപ്പൊ സെല്ലുലാസിന്റെ ആ ബൈ പ്രോഡക്ട്സ് ലൈക്ക് എക്സോസോംസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്ന കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ബാലൻസ് ആകും. ഓക്കെ, ബോഡി ഒരു ആന്റി ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് എന്താ? നമുക്ക് ക്രോണിക് പെയിൻ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ലോങ് ടേം മെഡിക്കേഷന്റെ ആവശ്യമില്ല. ഓക്കെ, ദിസ് ഇസ് പോയിന്റ് നമ്പർ 2. അടുത്ത വിഷയം ഞാൻ പറഞ്ഞില്ലേ, ആന്റി ഏജിങ്, റിവേഴ്സൽ ഓഫ് ഏജിങ്. അത് എങ്ങനെയാ മെയിൻ നടക്കുന്ന? സെൽ ലിവർ ഫങ്ഷൻ ഇംപ്രൂവ് ആകും. ഓക്കെ, അടുത്ത സ്കിൻ ടിഷ്യൂസ്, അതിന്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ആകും. അതുകൊണ്ട് എങ്ങനെയാ? അതിന്റെ എലാസ്റ്റിസിറ്റി, ആ ഫേംനെസ്, സ്കിന്റെ ഫേംനെസ് ഇംപ്രൂവ് ആകും. അതുകൊണ്ട് എന്തുവാകുന്ന? സെല്ലുലാർ ആക്ഷൻ ഇംപ്രൂവ് ആകും അറ്റ് സ്കിൻ ലെവൽ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതിന്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ആകുന്നത് കൊണ്ട് നമുക്ക് ഏജിങ് പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്തുവാ? ക്രോണിക് ഡിസീസ്, അതിനെ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത് എന്തുവാ? ലൈക്ക് ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാം. ഇതിനെ നമുക്ക് എന്തുവാ? സെല്ലുലാർ ലെവലില് ഈ ഫങ്ഷൻസിനെ റെജുവനേഷൻ അല്ലെങ്കിൽ റീജനറേഷൻ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്താൽ നമുക്ക് ഒരു ബ്രേക്ക് ഡൗൺ, ചില വിഷയങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് certain കണ്ടീഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്. ഓക്കെ, അടുത്തത് ഓർഗൻ റീജനറേഷൻ റീപ്ലേസ്മെന്റ്. ഇതൊരു ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു സയൻസ് ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ആൾക്കാർ എന്തുവാ ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഓർഗൻ റീജനറേഷൻ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പ്ലാന്റ്. ഓക്കെ, അതൊക്കെ ചെയ്യുന്നില്ലേ? അത് ആർട്ടിഫിഷ്യൽ. നമുക്ക് എലിക്സർ മിക്സ് എടുത്താൽ നേച്ചുറൽ റീപ്ലേസ്മെന്റ് സംഭവിക്കും ബോഡിയിൽ. ഓക്കെ, ദിസ് ഇസ് ദ മെയിൻ. അത് നമുക്ക് എലിക്സർ മിക്സ് ഒരു ലോങ് ടേം എടുക്കുമ്പോൾ ഒത്തിരി കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ, ദിസ് ദ മെയിൻ അഡ്വാൻറ്റേജ്. ഞാൻ ഓരോ ആഴ്ചയിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ കുറച്ച് ഡെപ്ത് ആയിട്ട് നോക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ജസ്റ്റ് സെല്ലുലാർ റീജൻ, ഇറ്റ്സ് എ ബിഗ് സബ്ജക്ട്. ഒത്തിരി ഡീപ്പായിട്ട് പോയാൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഒരു സയൻസ് ക്ലാസ് പോലെ മാറും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു. എലിക്സർ മിക്സിന്റെ മെയിൻ റോൾ
സെല്ലുലാർ റീജനറേഷൻ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ യുണീക് പ്രോഡക്റ്റ്, ഒരു അമേസിങ് പ്രോഡക്റ്റ്. ഓക്കെ, ഒരു ലോങ് ടേം നമുക്ക് എടുത്താൽ അറ്റ് സെല്ലുലാർ ലെവലിൽ നമുക്ക് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം വലുതാക്കാതെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ്, അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, അല്ലെങ്കിൽ അതിന്റെ ഓറിജിൻ, അവിടെ നമുക്ക് പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് നമുക്ക് ഒരു ഹെൽത്തി ലൈഫിനെ ലീഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ സബ്സ്റ്റൻസ് ആയി എലിക്സർ മിക്സ്. ഓക്കെ, പിന്നെ അടുത്തത് അതുകൊണ്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്ത്, പ്രോപ്പർ ഐ സൈറ്റ്, ഓക്കെ, നോസ്ട്രൽ ഫങ്ഷൻ, ഇയർ ബാലൻസ്, വെസ്റ്റിബുലർ ബാലൻസ്, throat function, heart functions, okay, liver, lung function, kidney function, sexual area, reproductive organ, അതിന്റെ ഫങ്ഷൻസ് എല്ലാം ഇംപ്രൂവ് ആകും. ഞാൻ സെക്ഷൽ ഏരിയയിൽ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കാം. ഒന്ന്, ഇന്ന് പ്രശ്നം കൂടുതൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വരുന്നുണ്ട് സെക്ഷൽ പ്രോബ്ലം. അത് എസ്പെഷ്യലി ആഫ്റ്റർ ഈ വൈറൽ ഇൻഫെക്ഷൻ, കൊറോണ വാക്സിനേഷൻ, ഇതൊക്കെ എടുത്തതിന് ശേഷം എന്താന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, പർട്ടിക്കുലർലി പുരുഷന്മാർക്ക് പ്രോബ്ലം വരുന്നത് എന്തുവാ? എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രിമച്വർ ഇജാക്കുലേഷൻ, അസൂസ്പെർമിയ, ഒളിഗോസ്പെർമിയ, സ്പേമിന്റെ കൗണ്ട് കുറവ്, അതിന്റെ കൗണ്ട് മാത്രമല്ല മോട്ടിലിറ്റി കുറവുണ്ട്. ഓക്കെ, അതിനൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രിമച്വർ ഇജാക്കുലേഷൻ, സ്പേം കൗണ്ട് ആൻഡ് വിസ്കോസിറ്റി, അതിന് അഡ്രസ് ചെയ്യാം. ഇത് ഏരിയ അഡ്രസ് ആകുമ്പോൾ ഒരു പുരുഷൻ സെക്ഷുവലി സ്ട്രോങ് ആകും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പുരുഷന് മീശയല്ല മെയിൻ, അവന്റെ സെക്ഷൽ ഓർഗൻ സ്ട്രോങ് ആയിട്ട് വേണം. വലിയ മീശ ഉള്ളതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഓക്കെ, ഹി മസ്റ്റ് ബി എ മാസ്കുലിനിറ്റി വേണമെങ്കിൽ എലിക്സർ മിക്സ് കഴിക്കണം. ഓക്കെ, നിങ്ങളുടെ മാസ്കുലിൻ നേച്ചർ ഇംപ്രൂവ് ആകും. ഓക്കെ, അതുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്യുന്നതുകൊണ്ട് എന്തുവാ, ഇൻഫെർട്ടിലിറ്റി നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലത്തിന് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. ഒന്ന്, അടുത്ത സ്ത്രീകൾക്ക് വരുമ്പോൾ അവരുടെ ഫെമിനിൻ ക്യാരക്ടർ, ഫെമിനിറ്റി ഇംപ്രൂവ് ആകും. എങ്ങനെയാ? അവരുടെ ഈസ്ട്രജൻ, കാരണം ഹോണി ഗോട്ട് വീഡ് എക്സ്ട്രാക്ട്, ഹോണി ഗോട്ട്, അഗൈൻ ഇറ്റ്സ് എ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഈസ്ട്രജന്റെ എഫക്റ്റിനെ മിമിക് ചെയ്യും അത്. ഓക്കെ, അത് പ്ലാന്റ് ബേസ്ഡ്, നാച്ചുറൽ ഈസ്ട്രജൻ അല്ല, പ്ലാന്റ് ബേസ്ഡ് ഈസ്ട്രജൻ, നാച്ചുറൽ. അതിന്റെ ഈസ്ട്രജൻ എങ്ങനെ മിമിക് ചെയ്യും, ആക്ഷൻ ബോഡിക്ക് കൊടുക്കുവോ അതേപോലെ ഇത് മിമിക് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് സ്ത്രീകൾക്കും നല്ല സപ്പോർട്ടീവ് ഒരു തെറപ്പിയാണ്. അവരുടെ സോറി ഫോർ ഓക്കെ. അപ്പം എന്താന്ന് വെച്ചാൽ അവരുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അറ്റ് യൂട്രസ് ഹെൽത്ത്, അവരുടെ ഇറഗുലർ സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിൾ, അത് കറക്റ്റ് ഇംപ്രൂവ് ആകും. അടുത്തത് ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് അഡ്രസ് ആകും. അടുത്തത് ഹോർമോൺ ഇംബാലൻസ്, അവർക്കും ഏജ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്യൂബർട്ടി അത് അറ്റൈൻ ആകുമ്പോൾ, പ്രഗ്നൻസി വരുമ്പം, ഓക്കെ, അവർക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് കൂടുതൽ വരും. സ്ത്രീകൾക്ക് കൂടുതൽ വരുന്ന പ്രശ്നം അതിനെയൊക്കെ അഡ്രസ് ചെയ്യും. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അവരുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത്, ബ്രെയിൻ ഹെൽത്ത്, ബോൺ ഹെൽത്ത്, സ്കിൻ ഹെൽത്ത് എല്ലാം നമുക്ക് എന്തുവാ നഷ്ടപ്പെടാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇറഗുലർ സൈക്കിൾ നോർമലൈസ് ആകും. പിന്നെ എൻഡോമെട്രിയോസിസ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തൈറോയ്ഡ് അണ്ടർ കൺട്രോളിൽ വരും. PCOD നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ഇൻഫെർട്ടിലിറ്റി, സ്ത്രീകൾക്കുള്ള ഇൻഫെർട്ടിലിറ്റി നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും ഈ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ. ഓക്കെ, രണ്ട് വിഷയം. മൂന്നാമത്തത് പുരുഷന്മാർക്ക് വരുന്ന പ്രോബ്ലം പ്രോസ്റ്റേറ്റ് ഇഷ്യൂ. ഒരു 45, 50, 55 ആ ഏജ് ഒക്കെ വരുമ്പം പുരുഷന്മാർക്ക് വരുന്ന ഒരു കോമൺ പ്രോബ്ലം. പണ്ടൊക്കെ വളരെ റയർ കേസ് ആയിരുന്നു, ഇന്ന് കൂടുതൽ കേസുകൾ വരുന്നുണ്ട്. അതിനെ നമുക്ക് അഡ്രസ് ചെയ്തില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ടാൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് ഡെവലപ്പ് ആകാൻ ചാൻസസ് ഉണ്ട്. ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് ആയിട്ട് മാറും. ഓക്കെ, സോ അതിനും പ്രോസ്റ്റേറ്റ് ഹെൽത്തിനും നമുക്ക്
നല്ല സപ്പോർട്ട് കിട്ടും. കാരണം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. നമ്പർ 2, ടെസ്റ്റോസ്റ്റിറോൺ ആ ഹോർമോൺസിനെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ഹെൽത്തിനെ നമുക്ക് ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനും നല്ല BPH, ബെനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ, ആ കണ്ടീഷനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു ഫ്രീക്വന്റ് യൂറിനേഷൻ, അതിന്റെ സിംറ്റം എന്തുവാ? ഫ്രീക്വന്റ് യൂറിനേഷൻ അറ്റ് നൈറ്റ്. രാത്രി നമുക്ക് എപ്പോ നോക്കിയാലും 1 മണിക്കൂർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ വെച്ചാൽ നമുക്ക് എന്തുവാ മൂത്രം ഒഴിക്കണം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതേപോലെ മൂത്രം പാസ്സായാലും വളരെ സമയമെടുക്കും. ഓക്കെ, വളരെ പെയിൻഫുള്ളാ. ഓക്കെ ഓക്കെ, അതിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് സർജറി ഒന്നും ചെയ്യാതെ നേച്ചുറൽ ആയിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട് പ്രോസ്റ്റേറ്റ്. അടുത്ത വിഷയം, സ്ത്രീകൾക്ക് വരുന്ന ഒരു 45-50 ഒക്കെ ആകുമ്പോൾ അവർ മെനോപാസിന്റെ മുമ്പിലത്തുള്ള സ്റ്റേജ് മെനോപാസ്. അതൊക്കെ ആ സ്റ്റേജിൽ വരുമ്പോൾ എന്തോ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന മൂഡ് ചേഞ്ച് ആകും. ഓക്കെ, അവർക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവരുടെ ഹെൽത്ത് വളരെ നഷ്ടപ്പെടും. സ്ട്രെസ്, ആൻസൈറ്റി, ഓക്കെ, അവരുടെ ബോൺ ഹെൽത്ത്, അവരുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത്. കാരണം മെൻസ്ട്രേഷൻ സംഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരത്തില്ല. ഓക്കെ, ഇതുവരെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ മെൻസ്ട്രേഷൻ നടക്കുന്ന സ്ത്രീകൾക്ക് അറ്റാക്ക് വന്നിട്ടില്ല, സ്ട്രോക്ക് വന്നിട്ടില്ല. വൺസ് അവര് മെനോപാസ് ആയി കഴിഞ്ഞാൽ they are എന്തുവാ prone to get all this sickness very easily. ഓക്കെ, വളരെ ഈസി ആയിട്ട് അവർക്ക് എന്തോ അറ്റാക്ക് വരാൻ ചാൻസസ് ഉണ്ട്, സ്ട്രോക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അവരുടെ ബോൺ ഹെൽത്ത് നഷ്ടപ്പെടും, ഓസ്റ്റിയോപോറാസിസ് അങ്ങനത്തെ കണ്ടീഷനൊക്കെ വന്ന് ബോൺ വീക്ക് ആകും, സ്കിൻ ഹെൽത്ത് നഷ്ടപ്പെടും, ഏജ് ആകും, വേഗം വയസ്സാകും. ഓക്കെ, ഇങ്ങനെ കുറെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. അപ്പൊ അവർക്കും മെനോപാസിനെ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് പ്രോഡക്റ്റ് ഇത് ഈ എലിക്സർ മിക്സ്. ഫസ്റ്റ് ക്ലാസ് പ്രോഡക്റ്റ്, അതിന് നല്ല സപ്പോർട്ട് തരും. ഓക്കെ, നമുക്ക് ഒരു ഏർലി ഹിസ്റ്ററി, ഒരു മെനോപാസ് ഉള്ള സ്ത്രീകൾക്ക് നമുക്ക് ഈ പ്രോഡക്റ്റിനെ റെക്കമെൻഡ് ചെയ്താൽ അവർക്ക് മെനോപാസിനെ പോസ്റ്റ്പോൺ ചെയ്യാം. സി, മൈ വൈഫ് ഒരു നല്ല എക്സാമ്പിളാണ്. എന്റെ ഫാമിലിയിൽ ഐ ക്യാൻ ഗിവ് യു എ ഗുഡ് എക്സാമ്പിൾ ഫോർ എലിക്സർ മിക്സ്. കാരണം ഷീ ഈസ് എ ഗവൺമെന്റ് സ്കൂൾ ടീച്ചർ. ഓക്കെ, ഷീ ഈസ് നൗ ഹെർ ഏജ് ഇസ് 54, 54 വയസ്സായി. ഓക്കെ, ഇപ്പോഴും അവൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് വിചാരിച്ച് നോക്ക്, അവളെക്കാൾ എത്രയോ വർഷങ്ങൾ ജൂനിയർ ആയിട്ടുള്ള 48, 47, 46 വയസ്സ് സ്ത്രീകൾക്ക് മെനോപാസ് ആയി. ഓക്കെ, മൈ വൈഫ് ഇസ് 54, സ്റ്റിൽ മെൻസുറേറ്റിംഗ്. അതുകൊണ്ട് എന്തോ അഡ്വാൻസ്. ഇന്ന് സ്ത്രീകൾ എന്തോ വിചാരിക്കുന്നത്, മെൻസസ് സ്റ്റോപ്പ് ആയാൽ അവർ നല്ലതാണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ആ 3 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് എപ്പോ സംഭവിക്കുന്ന പേടി. ഓക്കെ, പാഡ് വെക്കണം, സാനിറ്ററി പാഡ് വെക്കണം, എടുത്തില്ലെങ്കിൽ പ്രശ്നം. ഓക്കെ, അങ്ങനെയല്ല, ഒത്തിരി ഹെൽത്ത് കോംപ്ലിക്കേഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എന്തോ അവർക്ക് ഒരു സ്ത്രീക്ക് നടക്കുന്നതുകൊണ്ട് എന്താ നമുക്ക് പേടിക്കേണ്ട. അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്ന് സ്ട്രോക്കും അറ്റാക്കും വരുന്ന സ്ത്രീകൾ നോക്കിയ എല്ലാം മെനോപാസ് ആയ സ്ത്രീകളായിരിക്കും. ഓക്കെ, അപ്പം എലിക്സർ മിക്സ് എടുക്കുമ്പോൾ നമുക്ക് വി ക്യാൻ മെനോപാസ്. ആ വേർഡിനെ മെനോ എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് എന്തുവാ? MENO. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേ. നോ പാസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്റ്റോപ്പ്. അപ്പൊ എലിക്സർ മിക്സ് എടുത്താൽ നോ പാസ്. മെനോപാസിനെ എങ്ങനെ പറയാം? എനിക്ക് നോ പാസ്, സ്റ്റോപ്പ്. എപ്പോഴും സ്റ്റോപ്പ് അല്ല, ഐ എം ഗോയിങ് ടു മൂവ് ഫോർവേഡ്. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു ഹെൽത്തി ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുപോകും. ഓക്കെ, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള പ്രോഡക്റ്റാണ് എലിക്സർ മിക്സ്. ഓക്കെ, നോട്ട് ഓൺലി ഫോർ മെയിൽസ്, ഓക്കെ, ഫോർ ഫീമെയിൽസ് ഓൾസോ ഇറ്റ് ഈസ് എൻ എക്സലന്റ് പ്രോഡക്റ്റ് ഫോർ ഫീമെയിൽ ഹെൽത്ത്. ഓക്കെ, അത് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഈ വിഷയത്തിന് പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ അങ്ങനത്തെ പ്രോഡക്ട്സ് വളരെ കുറവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ടു മെയിൻറ്റെയിൻ പ്രോപ്പർ ഹെൽത്ത്, ഫീമെയിൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അവർക്ക് നല്ല ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ എലിക്സർ മിക്സ്. റൈറ്റ്. പിന്നെ അടുത്തത് മെയിൻ അഡ്വാൻറ്റേജ് എലിക്സർ മിക്സിൽ
ഒത്തിരി പ്രായമുള്ള പുരുഷന്മാർ, സേ ഫോർ എക്സാമ്പിൾ 85 ഇയേഴ്സ്, 85 വയസ്സായ പുരുഷന്മാർക്കൊക്കെ എന്താന്ന് വെച്ചാൽ അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം അവിടെ ബ്ലഡ് സപ്ലൈ കാണത്തില്ല, ഹോർമോൺസിന്റെ ലെവൽ തീരെ കുറവായിരിക്കും, നെർവ്സ് വളരെ ഡീജനറേഷൻ ആയി കാണും, നെർവ്സിന്റെ കണ്ടക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്തുവാ, ഓർഗൻ വളരെ ചെറുതായി പോകും, വളരെ ചെറുതായിരിക്കും. ഒരു 5 വയസ്സ് പയ്യന്റെ ഓർഗനൊക്കെ ഏത് സൈസിൽ, അങ്ങനത്തെ സൈസ് ആയിരിക്കും. അതുകൊണ്ട് എന്തുവാ സംഭവിക്കുന്നത്, ബ്ലഡ് വെസൽസ്, അകത്തിരിക്കുന്ന ബ്ലഡ് വെസൽസ് ഒക്കെ കൺസ്ട്രിക്റ്റ് ആകും. അതുകൊണ്ട് അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ വളരെ പാടാ. ഇറ്റ്സ് പെയിൻഫുൾ, വെരി പെയിൻഫുൾ. ആക്ച്വലി നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടും ഇല്ലേ? അവർക്ക് സുഖം കിട്ടിയില്ലെങ്കിലും പെയിൻ, വേദനയാണ് ഉള്ളത് കിട്ടുന്നത്. ഓക്കെ, അവർക്ക് അങ്ങനത്തെ പുരുഷന്മാർക്ക്, ഓക്കെ, 80, 85, 90 വയസ്സ് ഉള്ള നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അപ്പൂപ്പന്മാരുണ്ടെങ്കിൽ അവർക്കും എലിക്സിർ മിക്സ് ഇറ്റ്സ് എ വണ്ടർഫുൾ സപ്ലിമെന്റ്. എന്തോത്തിനാ? ടു പാസ് യൂറിൻ പീസ്ഫുള്ളി, സമാധാനമായിട്ട് യൂറിൻ മൂത്രം ഒഴിക്കാൻ അവർക്ക്. ഓക്കെ, അങ്ങനത്തെ ഒരു നല്ല സപ്ലിമെന്റ്. സോ ഈ ഏരിയയിൽ നമുക്ക് എലിക്സിർ മിക്സ് ഗ്യാരണ്ടീഡ് റിസൾട്ട് എന്ന് പറയാം. ഓക്കെ, ഗ്യാരണ്ടീഡ് റിസൾട്ട്. പൈസ കൊടുത്ത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ 100% പീപ്പിൾ വിൽ ഗെറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, അതുകൊണ്ട് വാല്യൂ ഫോർ മണി, അതുകൊണ്ട് ഈ പ്രോഡക്റ്റ്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എൻ അമേസിംഗ് പ്രോഡക്റ്റ്, വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ്, യുണീക് പ്രോഡക്റ്റ്. ഇതൊക്കെ പറയാൻ കാരണം എന്താ? അതാ, വേറെ എക്സാഗറേഷൻ ഒന്നും കൊണ്ടിട്ടല്ല നമ്മൾ പറയുന്നത്, പ്രാക്ടിക്കലി സ്പീക്കിംഗ്. ഓക്കെ, റൈറ്റ്. അങ്ങനെ കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ലോങ് ടേം എടുക്കുമ്പോൾ നമുക്ക് വി ക്യാൻ പ്രിവെന്റ് സോ മെനി ഇൽനസ്. ഓക്കെ, സോ മെനി ഇൽനസ്. സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് സ്റ്റോപ്പ് ചെയ്യാതെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് എടുത്തു കൊണ്ടുപോകാം. ഓക്കെ, ഒരു ബെനിഫിറ്റ് ആയിരിക്കും. റൈറ്റ്.